ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ അനിയൻകുട്ടനെ ആ ഗുണ്ടകൾ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും വിക്രമും സന്ദീപും വേദയും വരുന്നത്. ജോസഫ് തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് പറ്റിയിട്ടില്ല. എടാ വിക്രം, നമ്മുടെ അനിയൻകുട്ടനെ അവർ കൊണ്ടുപോകുന്നടാ. ഇത് കേൾക്കുന്നതും വിക്രമും എല്ലാവരും ഓടി പാഞ്ഞ് ആ ഗുണ്ടകളെ തല്ലി ചതക്കാണ്. ജോസഫേ, അനിയൻകുട്ടനെ നോക്ക് എന്ന് പറയുമ്പോ ജോസഫ് വേഗം കാറിന്റെ അടുത്തേക്ക് ചെന്ന് കാറിന് അനിയൻകുട്ടനെ എടുത്ത് വേദയും വിക്രമും വന്ന കാറിലേക്ക് കൊണ്ടുപോയി ഒന്ന് വെക്കാട്ടോ, വേഗം കയറ്റിക്കോ എന്ന് വേദ ഇങ്ങനെ പറയണുണ്ട്. നിന്നെ ഞാൻ എടുത്തോളാടാ, നിന്റെ കാലം കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അവന്മാരെ വണ്ടി എടുത്ത് പേടിച്ചോടുമ്പോ വിക്രം പറയും, നിന്നെ അയച്ചവന്മാരോട് പറ ഞാനിവിടെ ഉണ്ടെന്ന് എന്നൊക്കെ വിക്രവും പറഞ്ഞ വണ്ടിക്ക് പിന്നാലെ ഓടുന്നുണ്ട്. വേദ അപ്പോഴേക്കും വിക്രമിന്റെ അടുത്തേക്ക് വന്ന് വിക്രമിനെ പിടിച്ചു വെക്കാണ്. സന്ദീപ് പറയും, വിക്രം നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അപ്പൊ വിക്രം പറയും, ജോസഫെ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കണേ. എങ്ങോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. രാജേട്ടൻ ചോദിക്കും, അപ്പൊ വേദയോ? വേദ പറയും, ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും രാജേട്ടാ, കുറച്ചു നാളെ മാറി നിന്നിട്ട് വേണം കാര്യങ്ങൾ ആലോചിക്കാൻ. വിക്രം പറയും, അനിയൻകുട്ടനെ ഞങ്ങൾ കൊണ്ടുപോവാ. അപ്പൊ ജോസഫ് പറയും, എടാ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. വിക്രം പറയും, അതല്ലാതെ വേറെ രക്ഷയില്ല, അവനാ ഇപ്പോഴത്തെ കച്ചിത്തുരുമ്പ്, അവനെ അങ്ങനെ വിട്ടുകൊടുത്തൂടാ, പോവാം. അപ്പോ രാജേട്ടൻ പറയും, എവിടെയാണെങ്കിലും അറിയിക്കണം കേട്ടോ. സജീവ് നീയും കൂടെ പൊയ്ക്കോ. അങ്ങനെ വിക്രമും വേദയും അനിയൻകുട്ടനും സജീവും കൂടെ അവിടുന്ന് പോവാണേ. അങ്ങനെ അവരുടെ കാറ് പോയി കഴിയുമ്പോഴായിരിക്കും അങ്ങോട്ട് പോലീസ് വാഹനം അങ്ങോട്ട് വരുന്നത്. വന്ന് കയറിക്ക് രണ്ടാളും പോലീസ് ജീപ്പിലേക്ക്. അപ്പൊ ജോസഫയ്ക്കും, എങ്ങോട്ട് സാറേ? അതറിഞ്ഞാലേ താൻ വരുള്ളൂ. ജോസഫ് പറയും, വാതിലൊന്ന് ചാരിയിട്ടെ. അപ്പൊ അയാളെ സമ്മതിക്കും. അങ്ങനെ വാതിൽ ചാരി കഴിയുമ്പോൾ തന്നെ ഇവര് പോലീസ് വണ്ടിയിൽ കയറും കേട്ടോ. അങ്ങനെ അവര് അവിടുന്ന് കൊണ്ടുപോവാണ്. എന്നിട്ട് ഒഴിഞ്ഞൊരു കെട്ടിടത്തിന്റെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ജോസഫ് വയ്ക്കും, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ സാറേ, പിന്നെ നിന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുപോകണോ? പോലീസുകാർ ഇരിക്കുന്ന സ്ഥലം പോലീസ് സ്റ്റേഷൻ ആണെന്ന് കരുതിയാൽ മതി, നടക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് ഒരു ഗോഡൌൺ പോലത്തെ സ്ഥലത്ത് അവരെ കൊണ്ട് എത്തിക്കാട്ടോ. അതിനകത്താണെങ്കിലേ ചന്ദ്രശേഖരനും ശ്രീകാന്തും വരുന്നുണ്ടാവും. കാത്തിരിക്കായിരുന്നു. ഇവരെ കാത്തിക്കുണ്ടോ സാറേ? അങ്ങനെ അകത്ത് പോയി കഴിഞ്ഞാൽ ശ്രീകാന്ത് പറയും, നിങ്ങളെ തല്ലണമെന്നോ കൊല്ലണമെന്നോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാ, അല്ലേ സാറേ? അപ്പൊ ആ പോലീസുകാരൻ പറയും, അതെ, എങ്കിൽ പിന്നെ സാറ് ചോദിച്ചു തുടങ്ങിക്കോ. പറ, എവിടേക്കാ വിക്രമും വേദയും പോയത്? ജോസഫ് പറയും, ഞങ്ങൾക്കറിയില്ല. പുളിക്കലിന്റെ മരണത്തിന് കണ്ടതിന് ഒരു സാക്ഷി ഉണ്ടെന്ന് വെല്ലുവിളിച്ചിട്ടാ വിക്രവും വേദയും എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ പുളിക്കലിനോടൊപ്പം ഉണ്ടായത് അനിയൻകുട്ടനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ വിക്രവും വേദയും അവനെ കൂട്ടി അങ്ങോട്ട് ആണ് പോയതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ജോസഫ് പറയും, ഞങ്ങൾക്കറിയില്ല, ഇനി അറിഞ്ഞാലും പറയാൻ പോകുന്നില്ല. അതിൽ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിപ്പാര എടുത്തിട്ട് ആദ്യം തന്നെ ജോസഫിനെ അടിച്ചു വീഴ്ത്താട്ടോ. ആ തടയുന്ന രാജേട്ടനെയും അടിക്കുന്നുണ്ട്. രണ്ടുപേരെയും അടിച്ച് അവശനായി കെട്ടിയിട്ടിരിക്കുകയാണ് അവര്. അങ്ങനെ ചന്ദ്രശേഖരൻ പറയും, 1-2 ദിവസം പട്ടിണി ഇറങ്ങട്ടെ, അപ്പ പറഞ്ഞോളും. അല്ലെങ്കിൽ ഇവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ അവനിങ്ങ് തേടി വരും, അല്ലെങ്കിൽ അവൻ വിളിക്കെങ്കിലും ചെയ്യും, വാടാ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ കൂട്ടി അവരവിടുന്ന് പോവാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷിങ്ങനെ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ കമല അങ്ങോട്ട് വരാണേ. ഫോണും കൊണ്ടാട്ടോ വരുന്നത്. വേദയുടെ അച്ഛനാ വിളിക്കുന്നത്. അങ്ങനെ മാഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ, സുധാകരൻ മാഷേ, ഞാനാണേ ശങ്കരനാരായണൻ. മാഷ് പറയും, മനസ്സിലായി. മാഷിന്റെ മകനെ സുരക്ഷിതമായി ഒളിപ്പിക്കാൻ വേണ്ടി എന്റെ മകൾ കണ്ടെത്തിയ സ്ഥലം ഏതാണെന്ന് അറിയോ? എന്റെ തന്നെ വീട്. ഇവിടെയാകുമ്പോ ആരും സംശയിക്കില്ലെന്ന് വേദയ്ക്ക് ഉറപ്പായിരുന്നു സാറേ. അപ്പോ ശങ്കരൻ പറയും, നിങ്ങൾക്കറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും നന്നായി. അതുകൊണ്ട് ഇത്രയും ദിവസം അവൻ പിടിക്കപ്പെടാതിരുന്നല്ലോ. അവനിപ്പോ അപ്പൊ ശങ്കരൻ പറയും, അവനിവിടെ ഇല്ല. അവനെ കൂട്ടി ഇവിടുന്ന് പോയി. എങ്ങോട്ടാ പോയത്? അതറിയില്ല മാഷേ. അത് ചോദിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല വിക്രം ഇവിടെ താമസിച്ചത് ഞാൻ അറിഞ്ഞത്. മാഷിന്റെ വീട്ടിലേക്ക് അവര് വന്നു കാണില്ലെന്ന് എനിക്കറിയാം. മാഷ് പറയും, ഇല്ല, ഇവിടെ വന്നിട്ടില്ല. അത് കൂടുതൽ അപകടമാണെന്ന് അവൾക്ക് തോന്നിക്കാണും. മാഷ് പറയും, കമലയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോ വിക്രം കൂടെ ഉണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു, പക്ഷെ അത് വീട്ടിലായിരിക്കും അറിഞ്ഞില്ല. ശങ്കരൻ പറയും, ഇത്രയും ദിവസം താമസിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ മാഷേ. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല മാഷേ. എന്നാലും വൈകിയാണ് അവളാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കി. വേദയെ തള്ളിപ്പറഞ്ഞ് അകറ്റി നിർത്തിയപ്പോ ഞാൻ വളർത്തിയ അകത്തുള്ളവരാണ് വിഷപ്പാമ്പെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല മാഷെ. അന്ന് ശുചീന്ദ്രത്ത് വെച്ച് മാഷ് തട്ടിക്കൊണ്ടുപോയതും മാഷ് വെച്ച് എന്റെ മകളെ വിലപേശിയതും എല്ലാം എന്റെ മകൻ തന്നെ ആയിരുന്നു എന്ന് വേദ പറഞ്ഞ ഞാൻ അറിഞ്ഞത് മാഷെ. ഇത് കേൾക്കുന്ന മാഷ് ഞെട്ടിപ്പോകും. അതിന് ഞാൻ മാഷിനോട് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഇപ്പൊ വിളിച്ചത്. മാഷ് പറയും, അയ്യോ എന്തിനു സാറേ ഇങ്ങനെയൊക്കെ? അത് വേണം. ഇത്രയും വിഷം ഉള്ളിൽ കൊണ്ട് ആണ് എന്റെ മകൻ നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. പോലീസ് അന്വേഷിക്കുന്ന കുറ്റവാളി ഇത്രയും ദിവസം ഒരു ന്യായാധിപകന്റെ വീട്ടിൽ താമസിച്ചതിൽ എനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ല. ഒരു നിരപരാധി നിയമത്തിന്റെ നൂലുമാലയിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വരുണിന്റെ കൊലപാതകവും അതിന് സാക്ഷിയായ പുളിക്കലിന്റെ മരണവും ആര് ചെയ്തതാണെന്ന് നിയമത്തിന് മുന്നിൽ തെളിയിക്കുന്ന വെല്ലുവിളിച്ച എന്റെ മകൾ വിക്രമിനെ കൂട്ടി ഇവിടുന്ന് ഇറങ്ങിയത്. അവൾ അത് ചെയ്യുന്നേ എനിക്ക് വിശ്വാസമുണ്ട് മാഷേ. അപ്പൊ മാഷ് ചോദിക്കും, അവരെങ്ങോട്ടാ പോയത്?
അതെനിക്കറിയില്ല മാഷേ. ഒരു കാര്യം ഉറപ്പാ, അത്ര പെട്ടെന്നൊന്നും അവരാർക്കു മുന്നിലും കീഴടങ്ങാൻ പോകുന്നില്ല. ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാനും പോകുന്നില്ല. അവരെ ട്രാപ്പിലാക്കിയത്, ഈ അവസ്ഥയിൽ അവരെ കൊണ്ടെത്തിച്ചതും എന്റെ മകൻ തന്നെയാ. അത് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. അവനാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവൻ തന്നെ ശിക്ഷ അനുഭവിക്കണം മാഷേ. അതിനുള്ള തെളിവുകളുമായി തിരിച്ചു വരുന്നു പറഞ്ഞ എന്റെ മകൾ ഈ പടിയിറങ്ങിയത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വേണം നമ്മൾ ഇരു വീട്ടുകാരുടെയും ഇത്രയും കാലം സംഭവിക്കാത്ത അടുപ്പവും സ്നേഹവും തിരിച്ചു പിടിക്കാൻ. മാഷ് പറയും, ഇത്രയൊക്കെ അവർക്കെതിരെ ചെയ്യാമെങ്കിൽ ഇനി അവരെ കൊടുക്കാലോ. ഇനി ആര് ശ്രമിച്ചാലും അവരെ കൊടുക്കാൻ പറ്റില്ല മാഷേ. എന്റെ മകളിൽ എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടായാൽ ഞാൻ വിളിക്കാം. മാഷ് എന്തെങ്കിലും അറിഞ്ഞാൽ മാഷ് വിളിക്കണം. ശരി. അപ്പൊ മാഷ് പറയും, ശരി സാർ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യും. ശേഷം കമല കാര്യം അന്വേഷിക്കുമ്പോ മാഷ് പറയും, നിന്റെ അനുമാനം ശരിയായിരുന്നു കമല. വിക്രമിനെ വേദയുടെ വീട്ടിൽ തന്നെയാ താമസിപ്പിച്ചത്. പക്ഷേ ഇവരിപ്പോ അവിടെ ഇല്ല. എങ്ങോട്ട് പോയി അത് അയാൾക്കും അറിയില്ല. എങ്കിലും നമ്മുടെ മകന്റെയും മകളുടെയും ഭാഗത്താണ് ശരിയെന്ന് അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ട്. കമല പറയും, അത് ബോധ്യപ്പെടേണ്ടതും മനസ്സിലാക്കേണ്ടതും കോടതിക്കും പോലീസിനും അല്ലേ മാഷേ. ഒരു ന്യായാധിപനെ ബോധ്യപ്പെട്ടതല്ലേ, അത് തെളിയിക്കാനുള്ള തെളിവുമായി വരുന്നു പറഞ്ഞാണ് അവരാ പടിയിറങ്ങിയത്. ആരാണ് കുറ്റക്കാരെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി അവരെ കൊടുക്കാനുള്ള തെളിവാണ് വേണ്ടത്. അതും കൂടെ അവരുടനെ കണ്ടെത്തും, അത് ഉറപ്പ്. അങ്ങനെ പറഞ്ഞ് ഫോൺ കൊടുക്കുമ്പോൾ കമല അതുമായിട്ട് അവിടുന്ന് പോവാട്ടോ. എന്നിട്ട് മാഷിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിന്റെ വീട്ടിലാണ്. ശ്രീകാന്ത് വർഷയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇത് ശങ്കരൻ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ശങ്കരനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശങ്കരൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അച്ഛനിപ്പോ വേദ പറയുന്നതാ വിശ്വാസം എന്ന് എനിക്കറിയാം. അവനെ ഒളിപ്പിച്ചു വെച്ചത് കൈയോടെ പിടിക്കുന്ന അറിഞ്ഞപ്പോ അവള് അച്ഛന്റെ മുന്നിൽ ഒരു നാടകം കളിച്ചു. അതെല്ലാരും വിശ്വസിക്കുകയും ചെയ്തു. ഇതേട്ട് ദീപ്തി പറയും, എന്തിനാ ചേട്ടാ ഇനിയും മുഖത്ത് നോക്കി കള്ളത്തരം പറയുന്നത്? എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. വർഷയ്ക്കും എന്ത് മനസ്സിലായെന്ന ദീപ്തി പറഞ്ഞു വരുന്നത്? സ്വന്തം പെങ്ങളെ ഗുണ്ടകളെ വിളിപ്പിച്ച് തട്ടിക്കൊണ്ടു പോവാ, അവരുടെ ഭർത്താവിന്റെ അച്ഛനെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ എല്ലാ വീട്ടിലും ആങ്ങളമാര് ചെയ്യുന്ന കാര്യമാണല്ലോ അല്ലേ? ശ്രീകാന്തം മിണ്ടാതെ നിൽക്കുമ്പോ പത്മയ്ക്കും, എന്താടാ അവളുടെ ചോദ്യത്തിന് നിനക്ക് മറുപടി ഇല്ലേ? ശ്രീകാന്ത് പറയും, ഉണ്ടമ്മേ, പക്ഷെ അത് പറഞ്ഞ അച്ഛന് ചിലപ്പോ വിഷമാവും. എല്ലാം തുടങ്ങി വെച്ചത് ഞാനും അച്ഛനും കൂടെയാ. ഇടയ്ക്ക് കാശിയിൽ പോയി തീർത്ഥാടനം കഴിഞ്ഞു വന്നപ്പോ അച്ഛൻ കളിന്ന് മാറി. പക്ഷെ തുടങ്ങി വെച്ച സ്ഥിതിക്ക് എനിക്കങ്ങനെ മാറാൻ തോന്നിയില്ല. ഒരുപക്ഷെ എന്റെ കാര്യങ്ങൾ ഇടപെടാതെ മാറിയിരുന്നെങ്കില് ഞാൻ അവനെ വിട്ടുകളഞ്ഞേനെ. അവൻ അപ്പൊ എന്റെ ഫാക്ടറിയിലെ സമരം നടത്തണം. അങ്ങനെ എന്നെ വെല്ലുവിളിക്കാൻ നോക്കിയാ ഞാൻ വെറുതെ ഇരിക്കണം. അതിന് എന്നെ കിട്ടത്തില്ല. പത്മം പറയോ, അപ്പൊ നിനക്ക് ഇനിയും വിടാൻ പാവമില്ല അല്ലേ? തൽക്കാലം ഇല്ല. അവൻ വെല്ലുവിളിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കണ്ടതല്ലേ? ഇത്രയും കാലം നമ്മളെ പിടിയാക്കി ഈ വീടിനകത്ത് അവൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ അത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പത്മം പറയും, ഏത് കാര്യത്തിനും ഒരു നേറും നിറയും വേണം. ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട അതിന്റെ നാശം നിനക്ക് തന്നെയാവും ശ്രീകാന്ത്. ഓ, നിങ്ങളുടെ മകൾക്ക് നേരും നിറയുള്ളതുകൊണ്ടാണല്ലോ അവൾ ഇത്രയും ദിവസം അവനെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചത്. പത്മം പറയും, അത് അവൻ തെറ്റുകാരനല്ലെന്ന് അവൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ശ്രീകാന്ത് പറയും, ഹോ, ഒറ്റ ദിവസത്തെ നാടകം കൊണ്ട് നിങ്ങൾ എല്ലാവരും അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയാ ഞാനൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യമുണ്ട്, അവൾ വെല്ലുവിളിച്ചതുപോലെ അവനെ വാഴിക്കാമെന്ന് ആരും കരുതണ്ട. അച്ഛൻ്റെ എന്നല്ല, ആരുടെ സപ്പോർട്ട് ഉണ്ടായാലും അത് നടക്കാൻ പോകുന്നില്ലമ്മേ. വാടി എന്ന് പറഞ്ഞ് ശ്രീകാന്ത് നടക്കും. അപ്പോഴും വർഷ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്രീകാന്ത് പറയും, ഇനിയിപ്പോൾ ആരോടും പറയേണ്ട, അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവരവിടുന്ന് പോകുമ്പോൾ പത്മം അവിടെ ഇരുന്ന് ശങ്കരേട്ടാന്ന് വിളിക്കുമ്പോൾ ശങ്കരൻ പറയും, എന്റെ മനസാക്ഷിയുടെ കോടതി ഞാൻ ഈ കാര്യത്തിന് ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. മുഖത്ത് നോക്കി പോവാൻ പറയാൻ വിചാരിച്ചവനോട് പോകാൻ നേരം എന്തു പറയാൻ? അത് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണേ. പത്മവും ദീപ്തിയും ഇങ്ങനെ പരസ്പരം നോക്കി വിഷമത്തോടു കൂടെ ടെൻഷനിലിരിക്കുകയാണ് അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. അവിടെ അനിയൻകുട്ടൻ ബെഡിൽ കിടന്ന് ഉറങ്ങുക കേട്ടോ. വേദയും വിക്രമും ആ വീട്ടിനകത്തുണ്ട്. അപ്പോൾ ആരോ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വിക്രം പതിയെ പോയി നോക്കുമ്പോൾ അത് സജീവാണ്. അങ്ങനെ സജീവും വിക്രമും അകത്ത് കയറി ആ ഡോറൊക്കെ നന്നായി ലോക്ക് ചെയ്തിട്ടാണ് അവരിരുന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് സജീവ് വിക്രമിനോട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറയണേ. ഇടുക്കിയിൽ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വർഗീസ് എന്ന ആളെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി, ആളെല്ലാ കാര്യവും ചെയ്തു തരും. തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കേ, അനിയൻകുട്ടനെയും കൂടെ കൂട്ടിക്കോ. അത് വേണം സജീവേ. വേണം വിക്രം. ഇപ്പോ രാജേട്ടനും ജോസഫും അവരുടെ കസ്റ്റഡിയിലാണെന്ന് ഇവർക്ക് അറിയാട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാലമൊന്നും അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ എന്തായാലും ശ്രീകാര്യം ശ്രീനിവാസൻ സാറിനെ കാണുന്നുണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ട ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവരധിക കാലം കസ്റ്റഡിയിൽ വെക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ആ CIക്ക് തന്നെ അവരെ ഹാജരാക്കേണ്ടി വരും എന്ന് വിക്രമിൻ്റെ അടുത്ത് വേദയും സജീവും പറയാണ്. ശേഷം സജീവ് ഒരു ഫോൺ കൊടുക്കും. നിങ്ങളുടെ ഫോണിനെ ഓൺ ചെയ്യരുത്, ഇതെൻ്റെ അമ്മയുടെ പേരിലുള്ള സിമ്മാണ്. ഇതിന്ന് വേറെ ആരെയും നിങ്ങളുടെ വീട്ടിലേക്കൊന്നും വിളിക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി.
എന്ന് പറഞ്ഞതിന് ശേഷം ഒരു 50,000 രൂപ എടുത്ത് കൊടുക്കും. വിക്രം വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കയ്യിൽ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചെത്തിക്കാം. ഇപ്പൊ ഇവിടുന്ന് ചരക്കയറ്റി പോകുന്ന ഒരു ലോറി ഉണ്ട് രാത്രി, ഞാൻ നിങ്ങളെ അതിൽ കയറ്റി വിടാം. ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, എന്നാൽ ഞാൻ പോയിട്ട് വരാം. പിന്നെ രാത്രി ഒരു 10 മണിയോടെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞതിന് ശേഷം സജീവ് അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞാൽ ഡോർ ക്ലോസ് ചെയ്യും. വേദ പറയും, കുറച്ച് ദിവസത്തേക്കല്ലേ, അത് നല്ലതാ. അതിനിടയിൽ അനിയൻകുട്ടി സംസാരിക്കാൻ കാര്യങ്ങൾ പറയാനും തുടങ്ങിയ അത് നമുക്ക് ഗുണം ചെയ്യില്ലേ ഉള്ളൂ. സജീവ് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു മാറി നിൽപ്പ് ആവശ്യമാണ്. ശേഷം അവര് അനിയൻകുട്ടനെ ഇങ്ങനെ നോക്കുമ്പോൾ അനിയൻകുട്ടൻ നല്ല മയക്കത്തിലാ, പാവം പേടിച്ചുറങ്ങി തളർന്നു പോയിട്ടുണ്ട്. അവരിങ്ങനെ നോക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അടുത്ത പ്രമോല് കാണിക്കുന്നത് ഇവർ മറ്റൊരു സ്ഥലത്തെ ഒരു പള്ളിമേടയുടെ ഭാഗത്താണ് താമസിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് വരാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.